ഹേ ഗൈസ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഒരു അടിപൊളി കട്ട്ലറ്റ് തയ്യാറാക്കിയാലോ. ഗ്രീൻ പീസും കൊണ്ടാണ് നമ്മൾ ഈ ഒരു കട്ട്ലറ്റ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി, ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കട്ട്ലറ്റ് റെസിപ്പിയാണ്. സോ എല്ലാവരും റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നില്ലാതിരിക്കാൻ മറക്കല്ലേ. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് നമുക്ക് ഗ്രീൻ പീസ്, ഒരു കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിൽ ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇപ്പുറത്തോട്ട് നമുക്കൊരു ഉരുള, അതായത് നമ്മുടെ അരകല്ലോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് ചതയ്ക്കുന്ന ഒരു സാധനം, അത് നമ്മൾ യൂസ് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് 5-8 എരിവിൻ്റെ അനുസരിച്ച് 5-8 പച്ചമുളക്, ഒരു തീരെ മീഡിയം സൈസുള്ള ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ മല്ലിക്കൊത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിക്കൊത്ത് ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളിൽ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു 1/2 കപ്പ് നമ്മുടെ അവൽ ചേർത്ത് കൊടുക്കാം. സാധാരണ അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അവലാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. വെള്ളം മാറ്റി കൊടുത്തതിന് ശേഷം അതേ സെയിം ബൗളിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇപ്പുറത്ത് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെന്തോന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ സ്മാഷ് ആയി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ലൈറ്റായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസ് നമ്മുടെ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്മാഷർ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, ഏകദേശം നന്നായിട്ടൊന്ന് ക്രഷ് ആയി കിട്ടിയിട്ടുണ്ട്. നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം നന്നായിട്ടൊന്ന് ക്രഷ് ആയിട്ട് ഒരു പൊടി പോലെ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ അവൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഗ്രീൻ പീസിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അവൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലി ഇലയും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കുറച്ച് മുന്നേ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡറാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്തുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ചില്ലി പൗഡർ, മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ വൈറ്റ് സീസം സീഡ്, വെള്ള എള്ള് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ഞുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ബജ്ജി, അതായത് കട്ട്ലറ്റ് നന്നായിട്ടൊന്ന് വീർത്ത് വരും കേട്ടോ. അതിനുശേഷം ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഞെരട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ പീസിൻ്റെ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂണ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓരോ സ്പൂൺ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വേണം നമുക്ക് ഒരു ഏകദേശം 3 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യാൻ. അധികം യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു കടലമാവിൻ്റെ ചുവ വരും. അതുകൊണ്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ മാക്സിമം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രീൻ പീസിന് നന്ന ബൈൻഡിങ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഉരുളാക്കി നോക്കാം. ഇതുപോലെ ഉരുളാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്സ്ചർ കറക്റ്റ് ഫോമിലാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൈ വാഷ് ചെയ്തതിന് ശേഷം കയ്യിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ഓരോ ചെറിയ ഉരുളാക്കി നമുക്ക് ആദ്യം ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ നമുക്ക് ഈ ഒരു കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് ആ ഒരു ഷേപ്പിലോട്ട് നമുക്കൊന്ന് ആക്കി കൊടുക്കാം. സൈഡ്സ് എല്ലാം നല്ലപോലെ ഷേപ്പ് കൊടുത്ത് നല്ലൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് കട്ട്ലറ്റിൻ്റെ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്കെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നോക്കിക്കോളൂ, കട്ട്ലറ്റ് ഷേപ്പ് എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം. ഏകദേശം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് ആക്കിയതിന് ശേഷം ഓരോ കട്ട്ലറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഓയിലെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ളു വേവാണ്ട് പുറം നന്നായിട്ട് ഗോൾഡൻ കളർ ആവുകയും ചെയ്യും, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ ആ ടേസ്റ്റും കാണില്ല. അപ്പോൾ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് നല്ല ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ട് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ്. ആ ഒരു എള്ളിൻ്റെ ആ ഒരു കളറും കൂടെ വരുമ്പോഴത്തേക്കും നല്ല സൂപ്പർ കളറും നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കട്ട്ലറ്റ് ഇവിടെ റെഡിയാണ്. സർവിങ് പ്ലേറ്റിലോട്ട് സർവ് ചെയ്തതിന് ശേഷം നല്ല ചൂട് ചായയും കട്ടൻ ചായയുടെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ, നല്ല മഴ സമയത്ത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരും ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. പുറമിൽ നിന്ന് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് and bye bye.